1815 ഓഗസ്റ്റ് 16-നാണ് ഇറ്റലിയിലെ ടൂർസിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ഡോൺ ബോസ്കോ ജനിച്ചത്. പിതാവ് ഫ്രാൻസിസ് വിശുദ്ധന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ ചുറ്റും കുറെ കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നതും സുന്ദരിയായ സ്ത്രീ ഇതെല്ലാം കണ്ടിരിക്കുന്നതും. ഈ കാഴ്ച ജോൺ അമ്മയോട് വിവരിച്ചു പറഞ്ഞു. മകൻ ഒരു വൈദികനാകണമെന്നായിരുന്നു അമ്മയുടെ നിഗമനം. ചെറുപ്പകാലത്ത് തന്നെ ജോൺ സർക്കസ് വിദ്യകളോ കാട്ടി മറ്റു കുട്ടികളെയും തൻ്റെ അടുക്കലേക്കും ദൈവത്തിലേക്കും അടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട് ജോൺ പഠിച്ചത്. ഇടവക വികാരിയുടെ സഹായത്തോടെ ജോൺ പഠനം പൂർത്തിയാക്കി വൈദികനായി. കുട്ടികൾക്കായുള്ള ഒരു ഭവനം അമ്മയുടെ സഹായത്തോടെ ആരംഭിച്ചു. 2 മാസത്തിനകം 80-ൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരിയിൽ താമസമായി. തെരുവിൽ നടന്ന കുട്ടികളെ മര്യാദക്കാരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളാണ് ഉണ്ടായത്. എന്നാൽ 1975-ൽ അദ്ദേഹത്തിന്റെ മക്കൾ 72 രാജ്യങ്ങളിലായി 30,000-ഓളമായി. വികൃതി കുട്ടികൾക്ക് വേണ്ടി എന്ന പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ട്. 1886 ഡിസംബർ 11-നാണ് അവസാനമായി അദ്ദേഹം ബലിയർപ്പിച്ചത്. തളർവാദം അദ്ദേഹത്തെ പിടികൂടി. 1888-ൽ ജനുവരി 31-ന് വിശുദ്ധൻ അന്ത്യനിദ്ര പ്രാപിക്കുകയും പിയൂസ് 10-ാമൻ മാർപ്പാപ്പ ധന്യനായും പിയൂസ് 11-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായും ശേഷം വിശുദ്ധനായും പ്രഖ്യാപിച്ചു.